Good evening. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് തേർഡ് ലോ അല്ലേ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇമ്പൾസ്. അപ്പം ഇമ്പൾസ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറയുമ്പോൾ ലിസൺ, ഒരു ലാർജ് ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ഇൻ എ വെരി ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പൾസ്. എക്സാമ്പിൾസ്, ആപ്ലിക്കേഷൻസ് ഞാൻ പറയാം. യൂസസ് പറയുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ലാർജ് ഫോഴ്സ് ദാറ്റ് ഇസ് ആക്ടിങ് ഓൺ എ വെരി ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. അതായത് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു വലിയ ഫോഴ്സ്, പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട്, ആ ഒരു കോണ്ടാക്ട് ഉണ്ടാവുന്ന സമയത്ത് അത് ആക്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എന്താ, വളരെ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിൽ മാത്രമാണ് എന്ത്, ആ ഒരു ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ക്രിക്കറ്റിൽ ഇപ്പൊ എങ്ങനെയാണ്, നമ്മൾ ആ ബാറ്റ് എന്ത് ചെയ്യുക, ബോൾ ഹിറ്റ് ചെയ്യും അല്ലെ. ബോൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്റ് വെച്ചിട്ട് നമ്മൾ ഹൈ ഫോഴ്സ് ആണ് കൊടുക്കുക അല്ലെ. അപ്പൊ അത് ഏത് കണ്ടീഷനാ, ലാർജ് ഫോഴ്സ് അല്ലെ. നമ്മൾ ഹൈ ഫോഴ്സിൽ, അതായത് ബോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഷോട്ട് കൊടുക്കാൻ നോക്കും അല്ലെ. അപ്പൊ എന്താണ്, ലാർജ് ഫോഴ്സ് ആണത് അവിടെ കൊടുക്കുന്നത്, നമ്മൾ ലാർജ് ഫോഴ്സ്. അപ്പൊ അത് നമ്മളുടെ ഇമ്പൾസിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ആണ്. അത് സാറ്റിസ്ഫൈഡ് ആയല്ലോ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ഇപ്പൊ ബോൾ ആൻഡ് ബാറ്റ് കോണ്ടാക്റ്റിൽ വരുന്ന സമയം, ബോൾ ആൻഡ് ബാറ്റ് കോണ്ടാക്റ്റിൽ വരുന്ന സമയം എന്താ, ആ കോണ്ടാക്റ്റിൽ വരുന്ന സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി വളരെ മൈന്യൂട്ട് സെക്കൻഡ്സിൽ മാത്രമേ ആ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവിടെ നടക്കുന്നുള്ളൂ അല്ലെ. ബാറ്റ് ബോള് തമ്മിലുള്ള കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താ, വളരെ മൈന്യൂട്ട് സെക്കൻഡ്സിൽ മാത്രമേ ആ ഒരു ടൈം അവിടെ വരുന്നുള്ളൂ. സോ ഷോർട്ട് ടൈം, പക്ഷെ എന്താണ്, വെരി ലാർജ് ഫോഴ്സ് അല്ലെ. ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡഡ് എന്താണ്, ആ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വെരി ലാർജ് ഫോഴ്സ്. പക്ഷെ എന്താണ്, ആ ബാറ്റ് ബോൾ കോണ്ടാക്ട് വരുന്ന ടൈമില്, ആ ടൈം എന്ന് പറയുമ്പോൾ കോണ്ടാക്ട് ടൈം എന്താണ്, ഇറ്റ്സ് വെരി വെരി ഷോർട്ട് അല്ലെ. അപ്പൊ ഇതിനെയാണ് എന്ത് പറയാ, ഇമ്പൾസ് എന്ന് പറയാം. ഇമ്പൾസ് എന്ന് പറഞ്ഞ ഒരു വലിയ ലാർജ് ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ഇൻ എ വെരി ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ ആ തിയററ്റിക്കലായി പറഞ്ഞതിനെ മാത്തമാറ്റിക്കലി എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, ഇതിനെ മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ലിസൺ ദ ബോർഡ്. മാത്തമാറ്റിക്കലി ഇമ്പൾസ് is equal to force into short interval of time അല്ലെ, short interval of time. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഒരു ലാർജ് ഫോഴ്സ് ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഫോഴ്സ് എന്താണ് നമുക്കറിയാലോ, ക്യാപിറ്റൽ എഫ് ഇൻറ്റു ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താ, മൈന്യൂട്ട് സെക്കൻഡ് ആണ്. ഇറ്റ്സ് ലൈക്ക് വെരി സ്മോൾ. സ്മോൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് യൂസ് ചെയ്യാറ്, വി ജനറലി യൂസ് ഡി ടി അല്ലെ. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ നോക്കി അല്ലെ, സ്മോൾ ചേഞ്ച്, സ്മോൾ. ആ ഒരു സ്മോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വി ഗീവ് ഇമ്പോർട്ടൻസ് ടു വാട്ട്, ഡി ടി എന്ന് പറയുന്നത് വരും അല്ലെ. അതുകൊണ്ടാണ് ടൈം യൂസ് ചെയ്യുന്നത് ഡി ടി അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്ന് എഴുതാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, എഫ് എന്ന് പറയുന്നത് നമുക്കറിയാലോ എം എ, എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലെ. അപ്പോൾ എം എ ഇൻറ്റു ഡി ടി, എം എ ഇൻറ്റു ഡി ടി, കറക്റ്റ്. ഇനി എം ഇൻറ്റു എ ഇൻറ്റു ഡി ടി, അപ്പോ എം ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി അറിയാലോ, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതെന്താണ്, എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ
ഡി ടി അല്ലെ. അപ്പൊ ഞാൻ എന് എന്ത് ചെയ്യാണ്, ആക്സിലറേഷൻ ഡി വി ബൈ ഡി ടി ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഇൻടു നമുക്ക് ഓൾറെഡി എന്താണ് ഒരു ഡി ടി ഉണ്ട്, സോ ഡി ടി ആക്കി എഴുതി. ഓക്കെ, അപ്പൊ എന്ത് വന്നു, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡി ടി. ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം ആയതുകൊണ്ടാണ് എന്ത് ഡി ടി എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഫോഴ്സ് ഇൻടു ഡി ടി. ഫോഴ്സ് നമുക്ക് എന്താണ് സെക്കൻഡ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. എന്ത് എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലെ. അപ്പൊ എം എ ഇൻടു ഡി ടി. സോ എം ഇൻടു എ, ആക്സിലറേഷൻ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, നമുക്ക് അറിയുന്ന കാര്യമാണ്. എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. സോ എം ഇൻടു ഡി വി ബൈ ഡി ടി ഇൻടു ഡി ടി. അപ്പൊ നിങ്ങൾക്ക് കണ്ടെത്താൻ മനസ്സിലായി കാണും. എന്ത് ചെയ്യാം, ഇപ്പൊ ഡി ടി രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോ ഇമ്പൾസ് എന്താണ്, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എം ഇൻടു ഡി വി എന്ന് വരും അല്ലെ. എം ഇൻടു ഡി വി എന്ന് വരും. കറക്റ്റ് ആണല്ലോ. അപ്പൊ ഈ എം ഇൻടു ഡി വി എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോ നമ്മള് എഫ് ഇൻടു ഡി ടി, ഡി ടി എന്താണ്, ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം എന്ന് പറഞ്ഞു, അതായത് ചേഞ്ച് ഇൻ ടൈം, സ്മോൾ ചേഞ്ച് ഇൻ ടൈം എന്നൊക്കെ പറഞ്ഞു. അപ്പോ എം ഇൻടു ഡി വി എന്ന് പറയുമ്പോൾ എന്താണത്, ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് എം ഇൻടു സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് എഴുതിക്കൂടെ അല്ലെ, സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോ കാരണം ഡി ടി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡി നമ്മൾ സ്മോൾ ഡി യൂസ് ചെയ്ത് എഴുതുന്നതിന് എന്താണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് സ്മോൾ ചേഞ്ച് ഇൻ ഏത് ക്വാണ്ടിറ്റി ആണെങ്കിലും, ടൈം ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും അല്ല. അപ്പൊ എം ഇൻടു ഡി വി എന്ന് പറയുമ്പോൾ ദർ ഇസ് എ സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു എം ഇൻടു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആണല്ലോ. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്താണ്, വി, ഇനീഷ്യൽ വെലോസിറ്റി യു അല്ലെ. നമുക്ക് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ 3 എല്ലാം പഠിച്ചതാണ് അല്ലെ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നൊക്കെ ഉള്ളത്. എന്താണ് വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താവും, വി മൈനസ് യു ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഇനി തിരിച്ച് ഒന്ന് എഴുതാൻ പറ്റും. സീ ലിസൺ, ഇമ്പൾസ് is equal to m into v minus u എന്നാണ് നമ്മൾ എഴുതി നിർത്തിയത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എം വി മൈനസ് എം യു അല്ലെ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എം വി മൈനസ് എം യു. അപ്പോ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എം വി. എം വി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചു, പി ഇസ് ഈക്വൽ ടു എം വി. എന്താണ് പി, മൊമെന്റം. ഇസ്ന്റ് ഇറ്റ് ഓർ നോട്ട് അല്ലെ. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നോക്കിയതാണ്. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ എം വി എന്താണ്, പി ആണ്. എം യു ഇസ് ഓൾസോ പി. ഓക്കെ, എം വി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. എം യു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ആണെങ്കിലും ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിലും എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ എം വിയും മൊമെന്റം തന്നെയാണ്, എം യുവും മൊമെന്റം തന്നെയാണ്, പ്രൊവൈഡഡ് എം വി എന്ന് പറയുന്നത് എന്താ, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ആണ്. അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഫൈനൽ മൊമെന്റം. അതുകൊണ്ട് പി എഫ് എന്ന് കൊടുത്തു. മൈനസ് എഫ് സഫിക്സിലാണ്. ഓക്കെ, എം യു. എം യു എന്ന് പറയുമ്പോൾ എന്താ, അത് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പൊ അതെന്താ, ഇനീഷ്യൽ മൊമെന്റം. സോ ദിസ് ഇസ് പി ഐ അല്ലെ. അപ്പൊ ഞാൻ നോക്കിക്കേ, എം വി മൈനസ് എം യു എന്ന് പറയുമ്പോൾ പി എഫ് മൈനസ് പി യു. കാരണം പി എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത് എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി. അവിടെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഒന്നുമില്ല, എം വി ഇത്രേ പറയും. പക്ഷെ എം വി മൈനസ് എം യുവിൽ എന്താണ്, രണ്ട് വെലോസിറ്റി വരുന്നുണ്ട്. വി ഇസ് ദ ഫൈനൽ വെലോസിറ്റി, യു ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, എം വി മൈനസ് എം യു. അപ്പൊ എന്താണ്, മൊമെന്റം ഫൈനൽ മൈനസ് മൊമെന്റം ഇനീഷ്യൽ. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. Can I write it as
ചേഞ്ച് ഇൻ മൊമെന്റം എഴുതാലോ അല്ലേ? എന്തൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പോൾ ടെമ്പറേച്ചർ ഫൈനൽ മൈനസ് ടെമ്പറേച്ചർ ഇനീഷ്യൽ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി. ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. സോ എല്ലാം എന്താണ്? അത് ഫൈനലും ഇനീഷ്യലും സബ്ട്രാക്ഷൻ വരുമ്പോൾ ഡിഫറൻസ് വരുമ്പോൾ എന്താണ്? അവിടെ ചേഞ്ച് ഇൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരികയാണ് അല്ലെ? അപ്പോ വെരി സെയിം വേ പി എഫ് മൈനസ് പി ഐ എന്ന് പറയുമ്പോൾ എന്താണ്? വിച്ച് ഇസ് ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ നമുക്ക് ഫൈനലി ഇപ്പൊ നമ്മൾ എന്താ ഡിറൈവ് ചെയ്തെടുത്തേ? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അതായത് ഇമ്പൾസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇമ്പൾസ് ഇസ് നത്തിങ് ബട്ട് ഒരു ലാർജ് ഫോഴ്സ് വളരെ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ മൊമെന്റത്തിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് ആൻഡ് ബോൾ ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പൊ ആ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ എന്താണ്? നമുക്ക് ബാറ്റ് കോണ്ടാക്റ്റിൽ വരും അല്ലെ? ഹിറ്റ് ചെയ്യും. വളരെ ഷോർട്ട് ടൈം ആണത്. ആ കോണ്ടാക്ട് വരുന്ന ആ ബോൾ ബാറ്റ് കോണ്ടാക്ട് വരുന്ന ടൈം എന്ന് പറയുന്നത് എന്താ? വളരെ ഷോർട്ട് ഇന്റർവെൽ ടൈമാണ്. ആൻഡ് പക്ഷെ നമ്മൾ അടിക്കുന്ന ബോൾ ഹിറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് എന്താണ്? സ്പീഡ് അല്ല, ബോൾ ഹിറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഇറ്റ്സ് വെരി ലാർജ് ഫോഴ്സ് അല്ലെ? അപ്പൊ അവിടെ ഇമ്പൾസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വർക്ക്ഔട്ട് ആയി. ഇനി ബോൾ ഹിറ്റ് ചെയ്തതിന് ശേഷം വളരെ ലാർജ് ഫോഴ്സിൽ നമ്മൾ ബോൾ ഹിറ്റ് ചെയ്തതിന് ശേഷം ബോൾ എന്താണ്? മൂവ് ചെയ്തു അല്ലെ? അത് മൂവ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അത് എയറിലൂടെ പാസ് ചെയ്യുന്ന ആ സമയത്ത് കംപ്ലീറ്റ് ഒരേ വെലോസിറ്റിയിലാണ് പാസ് ചെയ്യുന്നത് പറയാൻ പറ്റുമോ? ഇല്ല, വെലോസിറ്റി ചേഞ്ച് വരും അല്ലെ? അപ്പൊ ഒരേ 3 മീറ്റർ പെർ സെക്കൻഡിലാണ് ബോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നവരെ അതേ വെലോസിറ്റിയിലാണ് പോകുന്നത് പറയാൻ പറ്റില്ല. പോകുന്ന ആ പാത്തിൽ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ആവും അല്ലെ? അപ്പൊ അവിടെ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വരുന്നുണ്ട്, അതായത് ചേഞ്ച് ഇൻ മൊമെന്റം വരുന്നുണ്ടെന്ന് അർത്ഥം അല്ലെ? ചേഞ്ച് ഇൻ മൊമെന്റം വരുന്നുണ്ടല്ലോ, കാരണം മൊമെന്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ ആ ബോൾ പോകുന്ന പാത്തിൽ എന്താണ്? അതിന്റെ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്, അപ്പൊ അതിന്റെ മൊമെന്റം ചേഞ്ച് ആവുന്നുണ്ട്. ആ മൊമെന്റം ചേഞ്ച് ആവുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? ദ ഇമ്പൾസ്. ഓക്കെ, സോ ആ ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റത്തിനോട് ഈക്വൽ ആണെന്ന് അർത്ഥം. ഓക്കെ, സോ അതാണ് നമ്മൾ എന്ത് ചെയ്ത് പ്രൂവ് ചെയ്തെടുത്തത്. സോ ചേഞ്ച് ഇൻ മൊമെന്റം is equal to impulse. Okay, so this is the concept. ആരൊക്കെ ലേറ്റ് ആയി ജോയിൻ ചെയ്തവര് അവർക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അതോ എന്തെങ്കിലും ഫർദർ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ആദിത്യ അല്ലേ? പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ എല്ലാവരും ഓക്കെ, ഫൈൻ. അപ്പോൾ ലിസൺ, ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഷോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കാരണം എക്സ്പ്ലെയിൻ ചെയ്തു ഡീറ്റെയിൽ ആയിട്ട്. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താണ്? വളരെ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്ന ലാർജ് ഫോഴ്സിനെ നമ്മൾ ഇമ്പൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ക്രിക്കറ്റ് ബോൾ ബാറ്റിന്റെ എക്സാമ്പിൾ ആണ് എടുത്തത്. അതായത് ബോൾ ബാറ്റ് ഹിറ്റ് ചെയ്യുന്ന കോൺടാക്ട് ടൈം എന്താണ്? ബോളും ബാറ്റും കോൺടാക്റ്റിലുള്ള ടൈം എന്ന് പറയുന്നത് വളരെ ഫ്യൂ സെക്കൻഡ് ആണ്. പക്ഷെ നമ്മൾ അടിക്കുന്ന ഫോഴ്സ് എന്താണ്? ഇറ്റ്സ് വെരി ലാർജ് ഫോഴ്സ് അല്ലെ? ലാർജ് ഫോഴ്സ് ആണ്, പക്ഷെ ആക്ട് ചെയ്യുന്ന ടൈം നോക്കിക്കേ വളരെ സ്മോൾ ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഒരു ഇമ്പൾസിന്റെ വളരെ ഒരു എക്സാമ്പിൾ ആണ്, ഒരു ബേസിക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലാർജ് ഫോഴ്സ് ഒരു ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്ന എക്സാമ്പിൾസ് ഒക്കെ എന്താണ്? ഇമ്പൾസ് ആണ്. ഓക്കെ, അപ്പൊ അത് മാത്തമാറ്റിക്കലി ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ബോർഡ് നോക്കുക. എന്താണ്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ആക്ട് ചെയ്യുന്നത് എന്താണ്? വളരെ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിലാണ്. സോ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഇൻറ്റു ഡി ടി. എങ്ങനെ ഡി ടി വന്ന്? കാരണം സ്മോൾ ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഡി ടി ആണ് നമ്മൾ യൂസ് ചെയ്യാറ് അല്ലെ? പോയ ലെസൺസിലൊക്കെ നമ്മൾ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തത് അല്ലെ? അപ്പോൾ എഫ് എന്ത് ചെയ്തു? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എഫ് എം എ ആണെന്ന് അറിയാം. സോ എം എ ഇൻറ്റു ഡി ടി ആക്കി. എം ഇൻറ്റു ആക്സിലറേഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡി വി ബൈ ഡി ടി ആണെന്ന് അറിയാം.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, into dt, dt ക്യാൻസൽ ചെയ്തു, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു m into dv. ഇപ്പൊ dv എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ? അപ്പോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ? അപ്പോ m into v minus u എന്നാക്കി. ഓക്കെ, ആൻഡ് ഞാൻ ആ ബ്ലൂവിൽ എഴുതിയിട്ടുണ്ട്, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു m into v minus u. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എം വി മൈനസ് എം യു. ഓക്കെ, അപ്പോൾ എം വി ആണെങ്കിലും എം യു ആണെങ്കിലും എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഒന്ന് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി, ഒന്ന് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, അത്രേ ഉള്ളൂ. അപ്പൊ ജനറലി എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? മൊമെന്റം. ഓക്കെ, അപ്പൊ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എം വി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ മൊമെന്റം. മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി എം യു എന്തായിരിക്കും? ഇനീഷ്യൽ മൊമെന്റം. സോ പി എഫ് മൈനസ് പി ഐ, ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അപ്പോൾ അഗെയിൻ അവിടെ എന്താണ്? ഒരു ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് പ്രൂവ് ചെയ്തത് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞ് ഇതിലേക്ക് റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ആദിത്യ, ഗോട്ട് ഇറ്റ്? Yes, sir. Okay, so write down, എല്ലാവരും ഹെഡിങ് എഴുതുക, ഇമ്പൾസ്. Right below, impulse can be defined as a large force. Impulse can be defined as a large force acting in a short interval of time. Impulse can be defined as a large force acting in a very short interval of time. താഴെ ഒരു എക്സാമ്പിൾ എഴുതുക. എക്സാമ്പിൾ, hitting a cricket ball. Hitting a cricket ball. Example എന്ന് കൊടുത്തിട്ട് hitting a cricket ball എന്ന് എഴുതുക. And write along with that, അതിന്റെ കൂടെ എഴുതുക, when we hit a cricket ball, when we hit a cricket ball, there is a large force. There is a large force is given. There is a large force is given to hit the ball. To hit the ball, but the time in which Sir, hit the ball. Hit the ball. Sentence ഒന്ന് വായിച്ചേ മാധവ്. Like till where you wrote, ഏത് വരെ എഴുതി? Force given to hit the ball. Force given to hit the ball, and the time in which the ball is in contact with the bat, and the time in which the ball is in contact with the bat and the time in which the ball is in contact with the bat is very short. Is very short. Okay, അതൊരു എക്സാമ്പിൾ ആണ്. ഇനി അതിന്റെ താഴെ എന്ത് ചെയ്യാം? മാത്തമാറ്റിക്കലി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇമ്പൾസ് ഈക്വൽ ടു, എല്ലാം ബോർഡിലുണ്ട്.
എം ഇൻറ്റു വി മൈനസ് യു അതുവരെ എഴുതിയിട്ട് പിന്നെ ലെഫ്റ്റില് ബ്ലൂയിൽ എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് വരെ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു പി എഫ് മൈനസ് പി ഐ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞിട്ട് ബോക്സ് ചെയ്യാം. സൈഡിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എം എ ഇൻറ്റു ഡി ടി, ഇപ്പൊ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി നമ്മൾ എഴുതി അല്ലെ. അപ്പോ ആക്സിലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി അറിയാത്തൊരു സൈഡിൽ മെൻഷൻ ചെയ്യാം. എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അതുകൊണ്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡി വി ബൈ ഡി ടി കൊടുത്തത്. ഓക്കെ, acceleration is the rate of change of velocity. Acceleration is the rate of change of velocity. പി എഫ് മൈനസ് പി ഐ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം, ഒരു ബോക്സ് ചെയ്യാൻ പറ്റത്. കഴിഞ്ഞല്ലോ അല്ലേ. സിലിസൺ. അപ്പം നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, ലോ ഓഫ് ഇതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ നോക്കാം. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, കോൺസെപ്റ്റ്സ് നോക്കിയിട്ട് അതിനുശേഷം എന്ത് ചെയ്യാം, പ്രോബ്ലംസിലേക്ക് പോവാം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ചെറിയ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഓക്കെ, കൂടുതൽ ന്യൂമറിക്കൽസ് നമുക്ക് എന്ത് ചെയ്യാം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി യൂണിറ്റ് നോക്കാം. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ബോർഡ് നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. See, listen. The law of conservation of momentum എന്ന് പറയുന്നത് നിങ്ങൾ അപ്പം ഒരു രണ്ട് ഒബ്ജക്ട്സ്. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു ബോഡി. ഓക്കെ, അതിന് m1, അതിന്റെ മാസ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി m1. ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് m1 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേറെ ഒരു ബോഡി ഉണ്ട്, ഒരു ഒബ്ജക്റ്റ്, ഒരു ബോൾ സംതിങ്, അതിന്റെ മാസ് m2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ m1 എന്ന് പറഞ്ഞ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് മൂവിങ്. അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി u1. ഓക്കെ, m1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി u1. ഓക്കെ, ആൻഡ് m2 എന്ന് പറഞ്ഞ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ ലെറ്റ് ഇറ്റ് ബി അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u2 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ u1 ഗ്രേറ്റർ ദാൻ u2 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആവുന്ന സമയത്ത്, അതായത് m1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി m2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റിനെക്കാളും കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, m1 m2നെക്കാട്ടും വേഗതയിൽ മൂവ് ചെയ്യും ആണല്ലോ. ഇപ്പൊ u1 u2നെക്കാട്ടും കൂടുതലാണെന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ, m1 is മൂവിങ് ഫാസ്റ്റർ കമ്പയർഡ് ടു m2 അല്ലേ. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക, m1 will move fast and collide with m2 അല്ലേ. അപ്പോ u1, അതായത് m1 തന്നെയാണ് u1 എന്ന് പറഞ്ഞ വെലോസിറ്റി. അപ്പൊ u1 u2നെക്കാട്ടും ഗ്രേറ്റർ ആയ സമയത്ത് എന്താ സംഭവിക്കുക, m1 പോയി m2ന്റെ മേലെ ഇടിക്കും അല്ലേ. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. അത് ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ m1 u1 മൂവ് ചെയ്യുന്നുണ്ട്, m2 u2 ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ബിഫോർ കൊളിഷന്റെ കണ്ടീഷനാണ്. ഓക്കെ, അതായത് കൊളൈഡ് ചെയ്യുന്നതിന്റെ മുന്നേ അവരുടെ റെസ്പെക്റ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തിരുന്നു എന്നുള്ളത് എന്താണ്, ബിഫോർ കൊളിഷൻ കണ്ടീഷനാണ്. ഓക്കെ, ഇപ്പൊ ഇതിൽ കൊളൈഡ് ചെയ്തിട്ടില്ല, u1 u2നെക്കാട്ടും ഗ്രേറ്റർ ആവുന്നു. ഗ്രേറ്റർ ആവുമ്പോ എന്താ സംഭവിക്കുക, m1 m2 പോയി
ഹിറ്റ് ചെയ്തു, അതായത് കൊളൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ കൊളൈഡ് ചെയ്തതിന് ശേഷം ഉള്ള കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യാം, ആഫ്റ്റർ കൊളിഷൻ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, കൊളൈഡ് ചെയ്തതിന് ശേഷമുള്ള കണ്ടീഷൻ നമുക്ക് ആഫ്റ്റർ കൊളിഷൻ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അപ്പൊ ആഫ്റ്റർ കൊളിഷൻ M1 M2 പോയി ഹിറ്റ് ചെയ്ത ശേഷം ആഫ്റ്റർ കൊളിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, M1 അഗൈൻ ആ ഒബ്ജക്റ്റ് ഇറ്റ് ഇസ് ലൈക്ക് മൂവിങ് വിത്ത് എ ഫൈനൽ വെലോസിറ്റി v1. ഓക്കെ, കൊളൈഡ് ചെയ്ത് എന്താണ്, കുറച്ചും കൂടി വേഗതയിൽ രണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് M1ന്റെ വെലോസിറ്റി v1 ആയി മാറി. അതെന്താണ്, u1 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആയിരുന്നു. കൊളൈഡ് ചെയ്തതിന് ശേഷം M1ന്റെ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി v1 ആയി മാറി. ഓക്കെ, ഇനി M2 എന്താണ്, M2 U2 എന്നുള്ള വെലോസിറ്റി മൂവ് ചെയ്യായിരുന്നു. അപ്പൊ M2മേലാണ് എന്ത്, M1 വന്ന് ഹിറ്റ് ചെയ്ത്. ഇപ്പൊ M2 മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് v2. ഓക്കെ, M2 മൂവ് ചെയ്യുന്നത് v2 എന്ന് പറഞ്ഞ വെലോസിറ്റിയിലാണ്. ഓക്കെ, അപ്പൊ ഇത് ബിഫോർ കൊളിഷൻ കണ്ടീഷൻ, ഇത് ആഫ്റ്റർ കൊളിഷൻ കണ്ടീഷൻ. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലിസൺ, അപ്പൊ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് M1ന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും, M2 നിങ്ങൾ നോക്കണ്ട. ഇപ്പോ M1ന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ്, അല്ലെ? അപ്പോ M1ന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും, ഫൈനൽ വെലോസിറ്റി ഓഫ് M1 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് M1. അപ്പോ ഫൈനൽ വെലോസിറ്റി ഓഫ് M1 എന്താണ്, v1. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് M1 എന്താണ്, u1, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, M1 is equal to v1 minus u1. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് M1 എന്ന് പറയുന്നത് എന്താണ്, v1 മൈനസ് u1 ആണല്ലോ. അപ്പോ ആക്സിലറേഷൻ എന്താവും, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ, നമുക്കറിയാലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെങ്കിൽ, ഓക്കെ, റേറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ടൈം ആണ്. ഓക്കെ, റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വിച്ച് ഇസ് നത്തിങ് ബട്ട് ടൈം. ഓക്കെ, അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അപ്പൊ M1ന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും, v1 മൈനസ് u1 ബൈ t, അല്ലെ? M1ന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമുക്ക് ഓൾറെഡി അറിയാം, v1 മൈനസ് u1, റേറ്റ് ഓഫ് ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം, അപ്പൊ v1 മൈനസ് u1 ബൈ t. ഓക്കെ, നമുക്ക് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്, അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ F is equal to എന്താണ്, ma, അല്ലെ? സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് F is equal to എന്താണ്, മാസ് ഇൻടു ആക്സിലറേഷൻ, അല്ലെ? അപ്പോ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M1ന്റെ മേലെ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എത്രയായിരിക്കും, M1ന്റെ മേലെ എക്സേർട്ട്, അപ്പൊ M1 M2ന്റെ മേലെ പോയി ഇടിക്കുകയാണ്. അപ്പൊ M1ലും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുണ്ട്, M2ലും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ M1ൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എന്തായിരിക്കും, M ഇൻടു A എന്നാണ്. നമ്മൾ M1 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ M-നെ എന്താക്കി മാറ്റാം, M1 ആക്കാം, ഇൻടു A. ആക്സിലറേഷൻ എന്താണ്, ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, v1 മൈനസ് u1 ബൈ t, അല്ലെ? അപ്പൊ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M1 എന്ന് പറയുമ്പോൾ എന്താണ്, F ഇസ് ഈക്വൽ ടു ma ആണ്. അപ്പൊ M എന്ന് പറയുമ്പോൾ M1. ഓക്കെ, കാരണം M1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഇത് മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, M1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഇത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്,
M1 മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ M1 മാത്രം ഇപ്പോൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇപ്പൊ M1 മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇൻറ്റു എ എന്നാണ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു, V1 മൈനസ് U1 ബൈ ടി. ഓക്കെ, അപ്പൊ എന്താ ഈ ഫോഴ്സ് എക്സേർട്ടഡ് M1ൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? M1 is equal to M1 into V1 minus U1 by T. ഓക്കെ, അപ്പോൾ ഇനി ലിസൺ ചെയ്യാം. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് 1 സെക്കൻഡ്. ലിസൺ. ഇനി നോക്കാം. അപ്പോ ഇത് ഇപ്പൊ എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M1 ആണ്. ഓക്കെ, അപ്പോ M1ൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് F1 അല്ലെ? അപ്പൊ F1 ആണ് എന്ത്? ഇപ്പൊ നമുക്ക് കിട്ടിയ M1 ഇൻറ്റു V1 മൈനസ് U1 ബൈ ടി എന്ന് പറയുന്നത് അല്ലെ? F1 ആണ് എന്ത്? M1 ഇൻറ്റു V1 മൈനസ് U1 ബൈ ടി. ഇപ്പൊ നമുക്ക് കിട്ടിയത് F1, M1ൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ്. ഓക്കെ, ഇനി F2 എന്തായിരിക്കും? ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M2. ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M2. അപ്പൊ M2ൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എന്തായിരിക്കും? F2 ആയിരിക്കും അല്ലെ? അപ്പൊ ഇതേപോലെ ഇപ്പോ M1 എക്സേർട്ട് ചെയ്ത ഫോഴ്സ് M1 V1 മൈനസ് U1 ബൈ ടി ആണെങ്കിൽ M2 മാസ് ഓഫ് ദ ബോഡി M2ൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് F2 എന്തായിരിക്കും? M2 ഇൻറ്റു V2 മൈനസ് U2 ബൈ ടി. ഇതേപോലെ തന്നെ സെയിം തിങ്. അവിടെ 1 എന്നുള്ള എന്താക്കി? 2 ആക്കി മാറ്റി, അത്രേ ഉള്ളൂ. കാരണം ബോഡി ഓഫ് മാസ് M2 എന്ന് പറഞ്ഞ ബോഡിയിലാണ് എന്ത്? ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുള്ളത്. ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M2 എന്ന് പറയുമ്പോൾ F2 is equal to M2 into V2 മൈനസ് U2 ബൈ എന്താണ്? ടി ആണ്. കറക്റ്റ് ആണല്ലോ? ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ലിസൺ. അപ്പോ ന്യൂട്ടന്റെ തേർഡ് ലോ. ഓക്കെ, ഫ്രം തേർഡ് ലോ ഓഫ് മോഷൻ നമുക്ക് എന്താണുള്ളത്? വാട്ട് ഈസ് ദ തേർഡ് ലോ ഓഫ് മോഷൻ? എവറി ആക്ഷൻ ഇസ് ഹാവിങ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ? ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്, പക്ഷെ എന്താണ്? ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് അല്ലെ? ഫോഴ്സ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതായത് മാഗ്നിറ്റ്യൂഡ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം, സൈനും കൺസിഡർ ചെയ്യണം. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അല്ലെ? അപ്പോ ഫോഴ്സ് ഫ്രം തേർഡ് ലോ ഓഫ് മോഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇവിടെ F1 ആൻഡ് F2 എന്ന് പറയുന്നത് എന്താ? M1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് M2ൽ പോയി ഹിറ്റ് ചെയ്തു. അപ്പൊ F1ൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ M1ൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, M2ൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. M1 M2ൽ പോയി ഹിറ്റ് ചെയ്തു, അപ്പോ M2ൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, M1ൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡഡ് അത് എങ്ങനെയായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ഷൻ ഏതായിരിക്കും? റിയാക്ഷൻ ഏതായിരിക്കും? F1 ആണോ ആക്ഷൻ? F2 ആണോ ആക്ഷൻ? അതോ F1 ആണോ റിയാക്ഷൻ? F2 ആണോ റിയാക്ഷൻ? ഏതായിരിക്കും? ഇപ്പൊ M1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് M2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലാണ് പോയി ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഒബ്ജക്ട് 2 അതായത് M2 എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എന്തായിരിക്കും? അതിന്മേലാണ് പോയി ഹിറ്റ് ചെയ്തത്. ദാറ്റ് വിൽ ബി ദ ആക്ഷൻ. ഓക്കെ, M1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് M2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലാണ് പോയി ഹിറ്റ് ചെയ്തത്. അപ്പോ M2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് ആയിരിക്കും എന്ത്? ആക്ഷൻ അല്ലെ? കാരണം M1 വന്നതുകൊണ്ടല്ലേ അതിലൊരു ഫോഴ്സ് എക്സേർട്ട് ആയത്. M2 വെറുതെ പോയായിരുന്നു, ബട്ട് M1ന്റെ വെലോസിറ്റി കൂടി അങ്ങനെ പോയി കൊളൈഡ് ചെയ്തു അല്ലെ? അല്ലെങ്കിൽ അവിടെ കൊളിഷൻ തന്നെ സംഭവിക്കുന്നില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? M2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്, ആ ബോഡി എക്സേർട്ട് ചെയ്ത ഫോഴ്സ് ആണ് എന്ത്? ഇവിടെ
ആക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദി ആക്ഷൻ. അത് ഹിറ്റ് ചെയ്തുകൊണ്ടാണല്ലോ. അപ്പോൾ റിയാക്ഷൻ ഓബ്വിയസ്ലി ഏതായിരിക്കും? ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് വിൽ ബിക്കം ദി റിയാക്ഷൻ. ഓക്കെ, അവിടെ ഒരു കൊളിഷൻ വന്നതുകൊണ്ടാണ് എന്ത് അവിടെ സംഭവിച്ചത്. സോ M2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് നമുക്ക് എന്താവും? ആക്ഷൻ ആയിട്ട് മാറും. അതിന് റിയാക്ഷൻ ആയിരിക്കും എന്ത്? F1, M1ൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? F2 ആണ് ആക്ഷൻ. F2 is equal to minus F1 എഴുതാം. എങ്ങനെ? കാരണം F2ഉം F1ഉം every action has an equal and opposite reaction. F2ഉം F1ഉം എന്താണ്? ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്? സൈൻ. ഓക്കെ, സോറി, നോട്ട് മാഗ്നിറ്റ്യൂഡ്, ഡിറക്ഷൻ അല്ലെ? ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം സൈൻ ആണ് അല്ലെ? ഇപ്പൊ ഒന്ന് 10 ന്യൂട്ടൺ ആണെങ്കിൽ ഒന്ന് എന്തായിരിക്കും? -10 ന്യൂട്ടൺ. ഒന്ന് 20 ആണെങ്കിൽ 20 ന്യൂട്ടൺ ആണെങ്കിൽ ഒന്ന് -20 ന്യൂട്ടൺ. ഇതായിരിക്കും എന്ത്? അത് തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. സോ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ് F2 is equal to -F1 അല്ലെ? For every action there is an equal and opposite reaction. So F2 is equal to -F1 എഴുതാൻ പറ്റും according to Newton's third law of motion. അപ്പം F2ഉം F1ഉം ഈക്വൽ ആണ്, വാല്യൂസ് ഈക്വൽ ആണ്, രണ്ടും എക്സേർട്ട് ചെയ്ത ഫോഴ്സ് ഈക്വൽ ആണ്. പക്ഷെ എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ചേഞ്ച്, അതാണ് നമ്മൾ സൈൻ നെഗറ്റീവ് ആയിട്ടൊന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ F2 is equal to -F1. അപ്പോൾ F2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. M2 into V2 minus U2 by T. ഇതാണ് എന്ത്? നമ്മളുടെ F2 എന്ന് പറയുന്നത്. അത് റീപ്ലേസ് ചെയ്തു, which is equal to, ഇനി F1 എന്ന് പറയുന്നത് എന്താണ്? M1 into V1 minus U1 by T അല്ലെ? പക്ഷെ എന്താണ്? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടീന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്. അപ്പൊ രണ്ടും ടി നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ബാക്കി പെൻഡിങ് എന്തായിരിക്കും? M2 V2 minus U2 is equal to minus M1 V1 minus U1 എഴുതാം. ഓക്കെ, എഴുതാലോ അല്ലെ? M2 V2 minus U2 equal to minus M1 minus U1 എഴുതാം അല്ലെ? ഇനി എന്ത് ചെയ്യാ? നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. M2 V2 minus M2 U2 is equal to minus M1 into V1. എന്തായിരിക്കും? minus M1 V1 minus M1 into minus U1 എന്തായിരിക്കും? പ്ലസ് M1 U1 അല്ലെ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? -M1 into -U1 എന്ന് പറയുമ്പോൾ പ്ലസ് M1 U1 ആയിട്ട് മാറും. കറക്റ്റ് ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിന്ന് M2 V2 ഈ മൈനസ് M1 V1നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ എന്താ വരിക? പ്ലസ് M1 V1 ആവും. ഈസ് ഈക്വൽ ടു ഈ പ്ലസ് M2 U2നെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എന്താ വരിക? പ്ലസ് M2 U2, അതായത് M2 U2. അവിടെ ഓൾറെഡി ആരുണ്ട്? ഒരു M1 U1 ഉണ്ട്, പ്ലസ് M1 U1. സോ ഇതിനെ എനിക്ക് കുറച്ചും കൂടി വൃത്തിയാക്കിയിട്ട് എങ്ങനെ എഴുതാം? M1 U1 പ്ലസ് M2 U2. ആദ്യം ഞാൻ RHS ആയിരുന്നു, RHS ഞാൻ ആദ്യം LHS ആക്കി എഴുതി അല്ലെ? ഇപ്പൊ A ഈക്വൽ ടു B എന്ന് പറയുമ്പോൾ എന്താ? എനിക്ക് B ഈക്വൽ ടു A എന്ന് എഴുതിക്കൂടെ? ബോത്ത് ആർ സെയിം, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ അതേപോലെ M1 U1 പ്ലസ് M2 U2 is equal to M1 V1 പ്ലസ് M2 V2. ഓക്കെ, M1 U1 പ്ലസ് M2 U2 is equal to M1 V1 പ്ലസ് M2 V2. അപ്പോ ഇവിടെ എന്താണ്? M1 എന്ന് പറയുമ്പോൾ
first mass, mass of the first body, m2 mass of the second body, u1 initial velocity of the first body, u2 initial velocity of the second body. ഇനി v1 എന്താണ്? ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ബോഡി, v2 ഫൈനൽ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ബോഡി. അപ്പൊ ഇത് എന്തായിരുന്നു ആക്ച്വലി? നമ്മൾ ആ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ബിഫോർ കൊളിഷന്റെ എന്തായിരുന്നു? മൊമെന്റ് ആയിരുന്നു. ദിസ് ഇസ് ദ മൊമെന്റം. കൊളിഷന്റെ മുന്നേ എന്തായിരുന്നു? രണ്ട് m1 m2 ആയിരുന്നു. രണ്ടിനും ഇനീഷ്യൽ വെലോസിറ്റി u1 u2 ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ കൊളിഷന് മുന്നേ ഉണ്ടായിരുന്ന മൊമെന്റ് ആണത്, അല്ലെ? സോ ഐ എം റൈറ്റിംഗ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ. അതാണ് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെ? കൊളിഷൻ കൊളൈഡ് ആവുന്നതിന്റെ മുന്നേ മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ, കാരണം അവരൊരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ, അല്ലെ? അപ്പൊ കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ആയിരുന്നു അത്. ഇനി ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ RHSൽ കിടക്കുന്ന എന്താണ്? m1 v1 പ്ലസ് m2 v2 കൊളൈഡ് ആയതിനു ശേഷമാണ് എന്ത്? ഇവരുടെ വെലോസിറ്റീസ് v1 v2 ആയി മാറിയത്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന എന്താ? ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. സോ നമ്മൾ എന്ത് ഡിറൈവ് ചെയ്തു? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ, വിച്ച് ഇസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, കൊളൈഡ്, രണ്ട് വസ്തുക്കൾ കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള മൊമെന്റം എന്ന് പറയുന്നത് കൊളൈഡ് ചെയ്തതിന് ശേഷമുള്ള മൊമെന്റം, ഈ രണ്ട് മൊമെന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ രണ്ട് ഒബ്ജക്ട്സിന്റെ മൊമെന്റം എന്ന് പറയുന്നത് കൊളൈഡ് ചെയ്തതിന് ശേഷം അവർക്ക് ഉണ്ടായ മൊമെന്റത്തിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ദിസ് ഇസ് ഹൗ ഇറ്റ്സ് ഡൺ. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? ശിവകാന്ത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, ബാക്കി നിര്യ, എനി ഡൗട്ട്സ്? No sir. നിരഞ്ജന, സൈറ ലേറ്റ് ആയോന്ന്? സർ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? സർ ആക്ച്വലി ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ ഫൈൻ. ഓക്കെ ഞാനൊന്ന് എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. ഓക്കെ, പിന്നെ വേറെ ജോവിൻ? ഓക്കെ, ബാക്കി ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ? ഏബിൾ? ഓക്കെ, സോ നിങ്ങൾ ഹെഡിങ് എഴുതുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, ബോർഡ് ഞാൻ ഫസ്റ്റ് ബോർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. റൈറ്റ് ദി ഹെഡിങ്. Law of conservation of momentum. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഞാൻ ബോർഡിൽ പിക്ചർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രം ഇപ്പൊ വരയ്ക്കാം. ഓക്കെ, m1 u1 m2 u2 u1 greater than u2 before collision, after collision m1 v1 m2 v2 അതൊക്കെ ആദ്യം എഴുതാം. ഓക്കെ, സോ അത് വരച്ച് എഴുതിക്കാണല്ലോ അല്ലേ? ബിഫോർ കൊളിഷൻ, ആഫ്റ്റർ കൊളിഷൻ. റൈറ്റ് ബിലോ കൺസിഡർ two objects of masses m1 and m2. Consider
two objects of masses m1 and m2. Consider two objects of masses m1 and m2 are moving with initial velocities u1 and u2 respectively, are moving with u1 and u2 respectively. Are moving with initial velocities u1 and u2 respectively. Right along with that, if the object of mass m1, if the object of mass m1 is moving with a greater velocity, if the object of mass m1 is moving with a greater velocity compared to the other, ബ്രാക്കറ്റില് u1 greater than u2 എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. Compared to the other, in bracket u1 greater than u2, close the bracket, comma, then the body of mass m1 will collide with m2. Then the body of mass m1 will collide with m2. Then the body of mass m1 will collide with mass m2. Now write the next point. As the next point you write, after collision, let the final velocities after collision, let the final velocities of the bodies after collision, let the final velocities of the bodies be v1 and v2 respectively. Be v1 and v2 respectively. Be v1 and v2 respectively. Okay. ഈ താഴെ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് change in velocity of m1 equal to v1 minus u1. Acceleration is equal to rate of change of velocity. A is equal to v1 minus u1 by t. According to second law of motion, F is equal to ma. Force exerted on m1 is equal to m1 into v1 minus u1 by t. Complete up to that. കഴിഞ്ഞല്ലോ ഐ തിങ്ക് നെക്സ്റ്റ് സ്ക്രീൻ കാണിക്കാം. കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, ഞാൻ അടുത്ത സ്ക്രീന് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ലിസൺ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് എക്സേർട്ടഡ്, ഓക്കെ, F1 equal to m1 into v1 minus u1 by t,
താഴെ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M2, F2 is equal to M2 into V2 minus U2 by T. ഇതുവരെ എഴുതുക. And right below, here the force exerted on M2, here the force exerted on M2 is the action and the force exerted on M1 will become the reaction. Here the force exerted on M2 will become the action and the force exerted on M1 will become the reaction. Here the force exerted on M2 will become the action and the force exerted on M1 will become the reaction. താഴെ from Newton's third law of motion ബോർഡിലുണ്ട് F2 is equal to minus F1. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ ബ്രാക്കറ്റിൽ തേർഡ് ലോ സ്റ്റേറ്റ് ചെയ്യുക. For every action, അറിയാലോ, there is an equal and opposite reaction. ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ബ്രാക്കറ്റിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, F2 is equal to minus F1 from third law of motion. ഓക്കെ, അത് എഴുതിയതിനു ശേഷം പിന്നെ ബോർഡിലുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലബ് ചെയ്യുക ആൻഡ് ഇതുവരെ എഴുതുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ താഴെ തന്നെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ എന്ന് പറഞ്ഞിട്ട് ബോക്സ് ചെയ്യാം. കംപ്ലീറ്റഡ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ഇതിന്റെ ഹെഡിങ് എന്താ നിങ്ങളോട് പറഞ്ഞത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് യൂഷ്വലി ഒരു ഡൗട്ട് വരാം, ഇതിലിപ്പോ എന്താണ്, ഓക്കെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ, അത് നമ്മൾ പ്രൂവ് ചെയ്തു. ബട്ട് അത് എന്താണ്, ആ ഹെഡിങ്ങുമായിട്ട് എങ്ങനെയാണത് എന്താ പറയാ ജസ്റ്റിഫൈ ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇവിടെ മൊമെന്റം കൺസർവ് ആയോ, വാട്ട് ഇസ് ദിസ് അല്ലേ. സി ലിസൺ. അപ്പോ ഇതില് വൺ സെക്കൻഡ് സി, ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതില് ഇപ്പൊ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ നിങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, മൊമെന്റ് ആണല്ലോ, ഇപ്പൊ ഒരു 3 kg മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷനും എന്തായിരിക്കും, 3 kg മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, മൊമെന്റ് ആണ്. അപ്പോൾ ഇപ്പൊ 3 kg മീറ്റർ പെർ സെക്കൻഡ്, ഇതാണ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ. അപ്പൊ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷനും എന്താണ്, 3 kg മീറ്റർ പെർ സെക്കൻഡ്. അതല്ലേ നമ്മൾ പ്രൂവ് ചെയ്തതിന് അർത്ഥം. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആവണം, ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും. അങ്ങനെയാണെങ്കിൽ can I say the momentum remains the same or constant? പറഞ്ഞൂടെ? കാരണം ഈ വാല്യൂ തന്നെയാണ് എന്ത്, ഈ വാല്യൂ എന്ന് പറയുന്നത് 3 ബിഫോർ കൊളിഷൻ 3 ആഫ്റ്റർ കൊളിഷൻ. ഒരു 4 ആണെങ്കിൽ 4 ബിഫോർ കൊളിഷൻ 4 ആഫ്റ്റർ കൊളിഷൻ. എന്ത് വാല്യൂ ആണെങ്കിലും ഈ വാല്യൂ തന്നെയാണ്, ഈ നമ്മളുടെ ബിഫോർ കൊളിഷന്റെ മുന്നുള്ള മൊമെന്റത്തിന്റെ വാല്യൂ തന്നെയാണ് എന്ത്, ആഫ്റ്റർ കൊളിഷന്റെ മൊമെന്റത്തിന്റെ വാല്യൂ. അപ്പോ ആ വാല്യൂ എന്താണ്, സെയിം ആണ്. സെയിം ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് കൺസർവ്ഡ്. ഓക്കെ, ഈ സെയിം ആണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതിന് നമ്മൾ കുറച്ചും കൂടി ഒരു ലാംഗ്വേജ് പരമായിട്ട് പറയുന്നതാണ് എന്ത്, കൺസർവ്ഡ്. ഓക്കെ, സോ ആ വാല്യൂസ് എന്താണ്, ബിഫോർ കൊളിഷൻ ആഫ്റ്റർ കൊളിഷൻ സെയിം ആണ്. സെയിം ആണെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് അല്ലേ. അപ്പോ ഇറ്റ്സ് കൺസർവ്ഡ്, isn't it? ഇനി ഇപ്പൊ അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തു, ആ ഹെഡിങ്ങിനെ നമ്മൾ വി ജസ്റ്റിഫൈഡ് അല്ലെ. ഇനിയിപ്പോ സി ലിസൺ, നിങ്ങൾക്ക് വേറൊരു രീതിയിലും കൂടി കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ,
നമ്മൾ ഓൾറെഡി എന്താ പറഞ്ഞത്, ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന്, എഫ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി ആണെന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ സെക്കൻഡ് ലോ പ്രൂവ് ചെയ്യുന്ന സമയത്ത്, ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രൂവ് ചെയ്യുന്ന സമയത്ത് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞു. എന്തായിരുന്നു, നമ്മൾ എത്ര ഫോഴ്സ് കൂട്ടി കൊടുത്താൽ മൊമെന്റം കൂടും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടും, കുറയ്ക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയും അല്ലെ. അപ്പൊ അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഞാനിപ്പോ ഈക്വലൈസ് ചെയ്ത് ആണെങ്കിൽ, ഈക്വലൈസ് ചെയ്യണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഇതിനെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഏതൊരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമുക്ക് ഈക്വലൈസ് ചെയ്യുന്നെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ക്വാണ്ടിറ്റി എന്ത് ചെയ്താൽ മതി, ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ഈ വാല്യൂ കെ എന്ന് പറയുന്നത് ഞാൻ അസ്യൂം ചെയ്ത് 1 ആക്കി എടുക്കുകയാണ്. അപ്പൊ എഫ് എന്തായി മാറും, ഡി പി ബൈ ഡി ടി ആയിട്ട് മാറും. ഓക്കെ, സി ലിസൺ. അപ്പൊ ഇതില് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുണ്ട്. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് ഇപ്പോ ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ കേസിൽ തന്നെ ഞാൻ എന്താ പറഞ്ഞത്, m1 എന്ന് പറയുന്ന u1 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, m2 എന്ന് പറയുന്നത് u2 എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് m1നെ പുഷ് ചെയ്ത് വിട്ടതല്ല m2ന്റെ മേലെ ഒന്ന് കൊളൈഡ് ചെയ്യാൻ അല്ലെ. നമ്മളുടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, അവിടെ ആക്ട് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ആരും പർപ്പസ്ഫുള്ളി പോയിട്ട് എന്ത് ചെയ്തിട്ടില്ല, m1നെ പുഷ് ചെയ്ത് m2ന്റെ മേലെ പോയി കൊളൈഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. നാച്ചുറലി ഇറ്റ് ഹാപ്പൻഡ് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആരും എന്താണ് കൊടുത്തിട്ടില്ല. സോ ഈ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും കൊടുക്കാത്തത് കൊണ്ട് തന്നെ എഫ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്താ എഴുതാം, 0 ഇസ് ഈക്വൽ ടു 0 ന്യൂട്ടൺ, 0 is equal to dp by dt. ഓക്കെ, 0 is equal to dp by dt. ഇനി ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവില്. ഓക്കെ, ഡെറിവേറ്റീവില് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ യൂണിറ്റ്സിലൊക്കെ പഠിച്ചൊരു കാര്യമാണ് എന്ത്, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുക, ഡി ഇപ്പൊ ഞാൻ എന്താണ് 2, നിങ്ങളോട് 2 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡെറിവേറ്റീവ് ഓഫ് 2 എന്താണ്, 0. ഡെറിവേറ്റീവ് ഓഫ് 3 എന്താണ്, 0. അപ്പോ ഏതൊരു കോൺസ്റ്റന്റിന്റെയും ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആണ് നമുക്ക് കിട്ടുക. നമ്മൾ ഓൾറെഡി പ്രോബ്ലംസിലും പ്രൂഫിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ. ഏതൊരു ഡെറിവേറ്റീവ് ഡിഫറൻഷിയേഷൻ നമ്മളൊരു കോൺസ്റ്റന്റിനെ, ഒരു നമ്പറിനെയാണ് ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നത് എന്താണ്, അതിന് 0 ആണ് വാല്യൂ കിട്ടുക ഓട്ടോമാറ്റിക്കലി അല്ലെ. അപ്പോ ഡി ബൈ ഡി ടി ഡെറിവേറ്റീവ് ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, കോൺസ്റ്റന്റ് വിൽ ബി ഓൾവേസ് 0. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ അല്ലെ, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്. വിത്ത് റെസ്പെക്ട് ടു ടി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഡി ബൈ എന്താ പറയാ, ഡി ബൈ ഡി ടി ഓഫ് 3 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഇതിനെന്താണ്, മീനിങ്ലെസ്, ഒന്നുമില്ല, 0 ആണ്, കാരണം കോൺസ്റ്റന്റ് ആണ്. സോ ഡെറിവേറ്റീവ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഏതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിലും എന്താണ്, ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, അപ്പോ സി ലിസൺ, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് 0. കറക്റ്റ്, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് 0. അപ്പോ സി ലിസൺ, ഡെറിവേറ്റീവ് ഓഫ് ഏതൊരു, ഇപ്പൊ നമ്മൾ ഏതൊരു പറഞ്ഞ പോലെ ഏതൊരു വാല്യൂ ആണെങ്കിലും ഇറ്റ്സ് 0. സോ ഇവിടെ എന്താണ്, 0 ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. 0 ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. അപ്പോ ഈ പി എന്തായിരിക്കണം, പി ഇസ് എ കോൺസ്റ്റന്റ്. കറക്റ്റ്, അതായത് നമ്മൾ ഇത് ഇങ്ങോട്ട് എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ലിസൺ, 0 ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റന്റ്. ഇതല്ലേ നമ്മുടെ ജനറൽ അല്ലേ, ഇത് നമുക്ക് അറിയാവുന്ന നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമ്മൾ ഡിറൈവ് ചെയ്ത് നോക്കിയേ, 0 ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. കോൺസ്റ്റന്റ് സ്ഥാനത്ത് ആരാ, പി ആണ്. പി എന്താ, മൊമെന്റ് ആണ്. സോ ദിസ് മീൻസ് വാട്ട്, മൊമെന്റം ഇസ് കോൺസ്റ്റന്റ്. കറക്റ്റ്,
മൊമെന്റം എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് ആണെന്നല്ല അർത്ഥം അല്ലേ? അപ്പൊ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് എന്താ? അത് തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, മൊമെന്റം കൺസർവ്ഡ് ആണ്, മൊമെന്റം സെയിം ആണ്. സിമ്പിൾ. ക്ലിയർ? മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0 ആണ്. ഇത് നമുക്ക് ഡിറൈവ് ചെയ്ത് ഇപ്പൊ നമ്മൾ ചെയ്ത് കിട്ടിയതാണ്. ഓക്കെ, ഇത് നമുക്ക് ജനറൽ ആയിട്ടുള്ളതാണ്. കമ്പയർ ചെയ്യുന്ന സമയത്ത് മൊമെന്റം എന്താവും? കോൺസ്റ്റന്റ്. മൊമെന്റം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സെയിം എന്ന് പറഞ്ഞാൽ കൺസർവ്ഡ്. ദാറ്റ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റും കൂടി എഴുതാം. ഓക്കെ, റൈറ്റ് ബിലോ നിങ്ങൾ ആ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ എഴുതിയ അതിന്റെ താഴെ റൈറ്റ് ഡൗൺ according to law of conservation of momentum, according to law of conservation of momentum, the total momentum before collision, the total momentum before collision is equal to total momentum after collision. According to law of conservation of momentum, the total momentum before collision is equal to total momentum after collision. Statement ഒക്കെ ചോദിക്കാറുണ്ട് വൺ വേർഡിലൊക്കെ. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. According to law of conservation of momentum, the total momentum before collision is equal to total momentum after collision. And right below, the principle of conservation of momentum, the principle of conservation of momentum. ചിലർ എക്സാമ്പിൾ കോൺവെർസേഷൻ എന്നൊക്കെ എഴുതിക്കാറുണ്ട്. അങ്ങനെ എന്ത് എഴുതരുത്. ഓക്കെ, so the principle of conservation of momentum also tells us that the principle of conservation of momentum also tells us that the total momentum of the system is always conserved. The total momentum of the system is always conserved. Total momentum of the system is always conserved. Conserved in the bracket same or constant, maybe bracket close here. Tells us that the total momentum of the system is always conserved in bracket same or constant. Close the bracket. And right below, we know that force is proportional to the rate of change of momentum. We know that force is proportional to the rate of change of momentum. താഴെ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് F directly proportional to dp by dt, F equal to k into dp by dt, assuming k equal to 1, F equal to dp by dt. അതുവരെ എഴുതാം. Till here ബോർഡിൽ മാർക്ക് ചെയ്യാം. ഇതുവരെ എഴുതാം. Okay, right below, since there is no external forces involved, since there is no external forces involved, F is equal to 0 Newton. F is equal to 0 Newton. That is 0 is equal to dp by dt. Boardlunder, that is 0 is equal to dp by dt.
that is 0 is equal to dp by dt. Right below, we know that derivative of a constant is always 0. We know that derivative of a constant is always 0. Derivative of a constant is always 0. അതിന്റെ താഴെ that is ഇത് എഴുതാൻ ഞാൻ റെഡ് ബോക്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 is equal to d by dt of constant. That is 0 is equal to d by dt of constant. 0 is equal to d by dt of constant. ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 ആയി കൊടുക്കുക, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. 0 is equal to d by dt of constant. ഇതിനെ ഇക്വേഷൻ 1 ആയി കൊടുക്കുക, ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുക. And right below, from equation 1 and 2 we can conclude that momentum of the system remains constant. From equation 1 and 2 we can conclude that momentum of the system remains constant or conserved. From equation 1 and 2 we can conclude that momentum of the system remains constant or conserved. Complete it. Over. Nariya, കഴിഞ്ഞോ? Yes, sir. കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? Any doubts? Anyone? സൈറ മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? Yes, sir. മനസ്സിലായോ? Yes, sir, മനസ്സിലായി. ഓക്കെ ഫൈൻ. ഒന്ന് നോട്ട്സ് ഒന്നുകൂടി വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ Okay, sir. സോ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞല്ലോ അല്ലേ? റൈറ്റ് ഡൗൺ ദി ക്വസ്റ്റ്യൻ. A bullet of mass 20 gram is horizontally fired. A bullet of mass 20 gram is horizontally fired with a horizontal velocity 150 meter per second. With a horizontal velocity 150 meter per second from a pistol of mass 2 kg. From a pistol of mass 2 kg. From a pistol of mass 2 kg. What is the recoil velocity of the pistol? What is the recoil velocity of the pistol? Recoil velocity എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ബുള്ളറ്റ് ഫയർ ചെയ്തതിനു ശേഷം ഒരു ബാക്ക്വേർഡ് പുഷ് കാണാം നമുക്ക്. അതായത് ഗണ്ണിന് എന്താണ്, ബുള്ളറ്റ് ഫയർ ചെയ്തതിനു ശേഷം ഒരു ബാക്ക്വേർഡിലേക്ക് കുറച്ചൊന്നുകൊണ്ട് നീങ്ങും അല്ലെ? ബുള്ളറ്റ് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ബുള്ളറ്റ് ഫയർ ചെയ്തതിനു ശേഷം ഒരു പൊടിക്ക് ഒരു ബാക്ക്വേർഡ് ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ റീകോയിൽ വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, പിസ്റ്റളിന്റെ റീകോയിൽ വെലോസിറ്റി ആണത്. ഫയർ ചെയ്തതിനു ശേഷം ബാക്കിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും ചെറുതായിട്ട്. ഓക്കെ,
അതിനെയാണ് നമ്മൾ റീകോയിൽ വെലോസിറ്റി എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്? ബുള്ളറ്റിന്റെ മാസ് 20 gram ആണ് അല്ലെ? ഓക്കെ. പിന്നെ ഫയർഡ് വിത്ത് എ ഹൊറിസോണ്ടൽ വെലോസിറ്റി 150 meter/second ആണ്. ഓക്കെ. ആൻഡ് ഫ്രം പിസ്റ്റളിന്റെ മാസ് 2 kg ആണ് അല്ലെ? അപ്പോ M1 ഉം M2 നമുക്കറിയാം. M1 എന്താണ്? 20 gram. അപ്പൊ ഗിവൺ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം എഴുതാം. ഓക്കെ. M1 എന്ന് പറയുന്നത് എന്താണ്? 20 gram ആണ്. M2 എന്ന് പറയുന്നത് എന്താണ്? 2 kg അല്ലെ? M1 is 20 gram and M2 is 2 kg. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്വിയസ്ലി ഒരേ യൂണിറ്റ് അല്ലല്ലോ, ഗ്രാമിന് എന്ത് ചെയ്യാം? കിലോഗ്രാമിക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെ? അറിയാലോ, 1 gram is equal to 1/1000 kilogram ആണ്. സോ ദിസ് വിൽ ബിക്കം 0.02 kg ആണല്ലോ. യെസ്, എല്ലാവർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ. ഇനിയിപ്പോ ഇത് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്പൊ നമുക്ക് U1 വേണം, U2 വേണം, V1 വേണം, V2 വേണം. സി ലിസൺ, നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. ഈ ഫയർ ചെയ്യുന്നതിന്റെ മുന്നേ ബുള്ളറ്റും അതുപോലെ പിസ്റ്റണും ഒക്കെ മൂവ്മെന്റിലാണോ? അല്ല അല്ലെ? ഫയർ നമ്മൾ ഗൺ ഷോട്ട് ചെയ്യുമ്പോഴാണ് ഇവർക്ക് വെലോസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ മുന്നേ എന്താ? ബുള്ളറ്റും റെസ്റ്റിലാണ്, ഗണ്ണും റെസ്റ്റിലാണ് ആണല്ലോ. അപ്പോ what will be the initial velocity of the bullet and the initial velocity of the pistol? രണ്ടും 0 ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? U1 is equal to 0 meter/second, U2 is equal to 0 meter/second. കാരണം റീസൺ ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, ഫയറിംഗ് തുടങ്ങുമ്പോഴാണ് നമുക്ക് വെലോസിറ്റീസ് ഒക്കെ വരുന്നത്. അതിന്റെ മുന്നേ എന്താണ്? ഇറ്റ്സ് ലൈക്ക് 0, റെസ്റ്റിലാണ് അല്ലെ? ഗണ്ണും റെസ്റ്റിലാണ്, അതുപോലെ തന്നെ പിസ്റ്റളും റെസ്റ്റിലാണ് അല്ലെ? ആക്ഷൻ ആയിട്ടില്ല, ജസ്റ്റ് രണ്ടും റെസ്റ്റിലായിരിക്കുന്നത്. റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവോ? ഇല്ല. U1 ഉം U2 ഉം ഒബ്വിയസ്ലി എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ഹൊറിസോണ്ടൽ വെലോസിറ്റി 150 meter/second വന്നിട്ടുണ്ട്. അത് എന്താണ്? ഗണ്ണിന്റെ ആണോ പിസ്റ്റളിന്റെ ആണോ? ഗണ്ണിന്റെ ആണ്. ഓക്കെ, അപ്പൊ ഗണ്ണിന്റെ കണ്ടീഷൻ നമ്മൾ 1 ആയിട്ടാണ് എടുത്തത്. കാരണം ഗണ്ണിന്റെ മാസ് M1 ആണ്. അപ്പോ ഫൈനൽ വെലോസിറ്റി ഓഫ് ഗൺ ആണ് എന്ത്? 150 meter/second. അപ്പൊ നമുക്ക് V1 ആണ് എന്ത്? 150 meter/second. And we need to find what? V2. V2 നമുക്ക് എന്താണ്? കണ്ടുപിടിക്കാൻ ഉള്ളതാണ്. ഓക്കെ, ഗിവൻ ഡീറ്റെയിൽസ് എഴുതിയതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ്? എനിവൺ? ഗിവൻ ഡീറ്റെയിൽസ് എഴുതിയതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആരാണ്? മിറിയ. M1 മാസ് ബുള്ളറ്റ് അല്ലേ? M1 മാസ് ബുള്ളറ്റ്, അതെ. സോ V1 പക്ഷേ V1 എന്തായിരുന്നു ആക്ച്വലി? ക്വസ്റ്റ്യൻ നോക്കൂ മിറിയ. ക്വസ്റ്റ്യൻ ഇസ് വെലോസിറ്റി. bullet of mass 20 gram is horizontally fired with a horizontal velocity അല്ലേ? അപ്പൊ ബുള്ളറ്റിന്റെ വെലോസിറ്റി അല്ലേ V1? സാർ നേരത്തെ പറഞ്ഞപ്പോ എന്തോ വോയിസ് ബ്രേക്ക് ആയതാ. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ബുള്ളറ്റിന്റെ മാസ് M1, ബുള്ളറ്റ് തന്നെയാണ് എന്ത്? 150 meter/second ഫയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് V1. ഓക്കെ, ആൻഡ് റീകോയിൽ വെലോസിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഗൺ ഷോട്ട് ചെയ്തതിന് ശേഷം ആ ഗണ്ണിന് എന്താണ്? ഒരു ബാക്ക്വേർഡിലേക്ക് കുറച്ചും കൂടെ മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു കാരണം എന്താ? ഗൺ പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു എഫക്റ്റ് ആണ് ആ ബാക്ക്വേർഡിലേക്ക് തള്ളുന്നത്. ഓക്കെ, അതാണ് V2, അതാണ് റീകോയിൽ വെലോസിറ്റി. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു നിങ്ങൾ എന്ത് ചെയ്യും? അക്കോർഡിംഗ് ടു നിങ്ങൾ എഴുതി തുടങ്ങുക. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ, ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം എക്സാമിന്റെ ടൈമിൽ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് പ്ലസ് ഫോർമുല എഴുതിയിട്ട് വേണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ എല്ലാ പ്രോബ്ലംസിലും. ഓക്കെ, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണ്? M1 U1 plus M2 U2 is equal to
m1 v1 പ്ലസ് m2 v2. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റും ഇതും എഴുതിയതിനു ശേഷം മാത്രമേ പ്രോബ്ലമാറ്റിക് സംസിൽ നിങ്ങൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. ഓക്കെ, അപ്പോൾ എന്താ വരിക? 0.02 ഇൻറ്റു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് 2 ഇൻറ്റു 0 is equal to 0.02 into 150 plus 0.02 into v2. v2 നമുക്ക് അറിയില്ലല്ലോ, recoil velocity കണ്ടുപിടിക്കാം. അപ്പൊ LHS നോക്കുക, ഇത് 0 0 0 plus 0 0, LHS കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. RHS നോക്കുക, 0.02 into 150. What is 0.02 into 150? I think it is 3. Okay, 0.02 into 150 is 3 plus point. Oh, okay, ഒരു minute. See, listen, m2 is 2. Okay, m1 ആണ് 0.02, m2 2 ആണ്. Okay, നോക്കുക പ്രോബ്ലം ചെയ്യുമ്പോൾ m2 ആണ്, m2 2 ആണ്. ഓക്കെ, സോ 3 plus 2v2, isn't it? 0 is equal to 3 plus 2v2. കാൽക്കുലേഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. 0 equal to 3 plus 2v2. അപ്പൊ നമുക്ക് 2v2 എന്താ വരിക? -3. v2 എന്താ വരിക? -3/2. v2 will become -1.5. അല്ലേ? v2 will become -1.5 unit meter per second. Therefore, the recoil velocity is equal to -1.5 meter per second. ആ വാല്യൂ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, -1.5 meter per second. വെലോസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഗൺ ഷോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഗണ്ണിനൊരു ബാക്ക്വേർഡ് പുഷ് ഉണ്ടാവും അല്ലെ, ബാക്ക്വേർഡിലേക്ക് അത് ബാക്കിലേക്ക് തള്ളും. സോ ബാക്ക്വേർഡ്, ബാക്ക് ഡയറക്ഷൻ, അങ്ങനെ എന്താണ്? വെലോസിറ്റി ബാക്ക്വേർഡ് ആണ്. ഡയറക്ഷൻ നോക്കിയോ, എന്താണ്? ബാക്ക്വേർഡ് ആണ്. സോ ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ? നെഗറ്റീവ്, ഓഫ് കോഴ്സ് അല്ലേ. അപ്പൊ ആ ബാക്ക്വേർഡിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്താണ് എന്ത്? വെലോസിറ്റി നെഗറ്റീവ് ആവും കാരണം. അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? ആൻഡ് ദാറ്റ് ഇസ് വി ആർ കോളിംഗ് ആസ് ദി recoil velocity. Completed. Any doubts? Please do ask. കഴിഞ്ഞവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞവർക്ക് ഫ്രൈഡേ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു താങ്ക് സർ. യു.